ഒറ്റശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷി ചന്ദ്രശേഖരൻ സാറോട് കൈ കൂപ്പി തൊഴുകയാണ് കേട്ടോ. എനിക്കെൻ്റെ മോളെ വിട്ടുതരാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെയുള്ള ഫിലോമിനയും ആശാൻ്റെ ഭാര്യയും എല്ലാവരും കൂടിയിട്ട് ചന്ദ്രശേഖരനോട് പറയുകയാണ്, ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ ഈ കൊച്ചിനെ ഇവരുടെ ഇഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ആ എഗ്രിമെൻ്റ് കാലാവധി ഇവർക്കറിയാം, അത് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോകാം, അത് 100% ഉറപ്പാണ് എന്നിങ്ങനെ പറയാണ്. ആ എഗ്രിമെൻ്റ് ഇവരോട് വായിച്ചു നോക്കാൻ പറയുക എന്ന് പറയണം കേട്ടോ. എങ്ങനെ സാറേ ഈ കൊച്ചിനെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് എങ്ങനെ മീനാക്ഷി തരും എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ തന്നെ എനിക്കറിയാം, മീനാക്ഷിയുടെ വിഷമം എനിക്കറിയാം, ഇതേപോലെ തന്നെ ആ കൊച്ചിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്, ഇവർക്ക് പറഞ്ഞ പൈസയെല്ലാം കൊടുത്തതാണ്, അത് ആ എഗ്രിമെൻറ്റിലുണ്ട്, പിന്നെന്താണ് എന്ന് ചോദിക്കുകയാണ്. എങ്കിലും അവരുടെ സമ്മതമില്ലാതെ ഇവിടുന്ന് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങളൊന്നും വെറുതെ ഇരിക്കില്ല എന്നിങ്ങനെ പറയണം. ആശാനും ഫിലോമിനയും ആശാൻ്റെ ഭാര്യയും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിനുശേഷം അവർ പോവുകയാണ്. അവർ പോയതിന് ശേഷം തുളസിച്ചേട്ടൻ വന്നിട്ട് അവരോട് ചോദിക്കണം, എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വകുപ്പുണ്ട് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി താമസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കൊച്ചിനെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ തുളസിച്ചേട്ടൻ പറയുന്നത്, ഞങ്ങൾക്കൊരിക്കലും ആ കൊച്ചിനെ കൊടുക്കാൻ പറ്റില്ല, എൻ്റെ മോൾ എങ്ങനെ കൊടുക്കും അതിന്, എൻ്റെ മോൾക്ക് അതിനൊരിക്കലും സാധിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആശാൻ പറയുന്നത്, നിങ്ങൾ മാറി തന്നെ താമസിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് കൊച്ചിനെ കിട്ടാതിരിക്കും, അല്ലെങ്കിൽ പോലീസും വാറൻറ്റൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി, ആശാൻ പറഞ്ഞതല്ലേ, ഞങ്ങൾ എന്തായാലും ഒന്ന് ആലോചിക്കാമെന്ന് തുളസിച്ചേട്ടൻ പറയണം. അതിനുശേഷം തുളസിച്ചേട്ടൻ പ്രസന്നയും മീനാക്ഷിയും എല്ലാവരും കൂടി ആലോചിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെ ഇവിടുന്ന് മാറും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ പോകും എന്നെല്ലാം തുളസിച്ചേട്ടൻ വിചാരിക്കുകയാണ്. അതേസമയം പ്രശ്നം പറയും, നമുക്ക് ആരുടെയെങ്കിലും ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ, നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ബന്ധുക്കാരും ഇല്ലേ, ഇനിയൊട്ട് ഒരു ബന്ധുക്കാരും നമുക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അവർക്ക് മൂവാറ്റുപുഴയിൽ ഒരാൾക്കാരുണ്ട്, അവരുടെ അടുത്തേക്ക് പോകാമെന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ്. അതേസമയം അത് ആശാനോട് പറയണം കേട്ടോ. അപ്പോൾ ആശാൻ പറയുന്നുണ്ട്, ഏതായാലും ശരി, ഞാൻ അറിയണ ഒരു ഡ്രൈവറെ ഞാൻ വിളിച്ചു തരാം, അതിൽ നിങ്ങൾ പോയാൽ മതി, ഒരു മനുഷ്യനും അറിയണ്ട, നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് തുളസിച്ചേട്ടൻ ആ വണ്ടി വരികയും അതിൽ കയറി മീനാക്ഷിയും കുഞ്ഞും തുളസിച്ചേട്ടനും എല്ലാവരും കൂടിയിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ എവിടേക്കാണ് പോയി എന്ന് ഒരാളും അറിയരുത് എന്ന് തുളസിച്ചേട്ടൻ പറയുകയാണ്.